കൊല്ലത്തെ നടുക്കിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്നായിരുന്നു INTUC നേതാവ് രാമഭദ്രൻ വധക്കേസ്. 2010 രാമഭദ്രനെ വീടിനുള്ളിൽ കയറി CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് CBI ഏറ്റെടുത്തു. 14 വർഷത്തിന് ശേഷം 14 പ്രതികൾ കുറ്റക്കാരെന്ന് തിരുവനന്തപുരം CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു. 4 പേരെ വെറുതെ വിട്ടു. കൊലപാതകം, ഗൂഢാലോചന, ആയുധം സൂക്ഷിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ഈ മാസം 30 പ്രതികൾക്ക് ശിക്ഷ വിധിക്കും. ഏപ്രിൽ 10 വീടിനുള്ളിൽ കയറി രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വെറുതെ വിട്ട പ്രതികളിൽ ജയമോഹൻ CPM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതേസമയം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതികൾക്ക് തിരുവനന്തപുരം CBI കോടതി ഈ മാസം 30 ശിക്ഷ വിധിക്കും. 19 പ്രതികളുണ്ടായിരുന്ന കേസിൽ ഒരു പ്രതി മരിച്ചിരുന്നു. INTUC ഏരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന രാമഭദ്രനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ. മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസന്വേഷിച്ചു. രാമഭദ്രന്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അന്വേഷണം CBIക്ക് കൈമാറിയത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവർക്ക് പുറമെ ഗൂഢാലോചനയ്ക്കും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചതിനുമാണ് CPM നേതാക്കളെ പ്രതികളാക്കിയത്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജയമോഹൻ, മുൻ അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി PS സുമൻ, ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നിവരുൾപ്പെടെയാണ് പ്രതി ചേർക്കപ്പെട്ടത്. മുൻമന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ മാർക്സണും പ്രതിയായി. 2019 CBI കുറ്റപത്രം നൽകിയത്. 126 സാക്ഷികളുണ്ടായിരുന്ന കേസിൽ CPM പ്രവർത്തകരായ സാക്ഷികൾ കൂറുമാറി. അറസ്റ്റ് ചെയ്ത പ്രതികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന പ്രോസിക്യൂഷൻ സാക്ഷിയായി വിസ്തരിച്ച DYSP വിനോദ് കുമാർ മൊഴി നൽകിയത് വിവാദമായിരുന്നു. CBI തിരുവനന്തപുരം യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം.